മക്കളെ, റീനീറ്റ് കഴിഞ്ഞപ്പോൾ പല മക്കളും വിഷമത്തോടുകൂടെയുള്ള പല കോളുകളും വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കരയുന്ന കുട്ടികളെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഗ്രൂപ്പ് ആളുകളെ, ഒപ്പം അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള കുറച്ച് പേര്. പക്ഷെ വളരെ കൂടുതൽ ആളുകളും വിഷമത്തോടുകൂടെ എക്സാമിനേഷൻ സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയായിരുന്നു റീനീറ്റ് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റിയത്. മക്കളോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ പലപ്പോഴും മെയ് 3-ാം തീയതി സന്തോഷിച്ചു വന്നിട്ടുണ്ടെന്നാണെങ്കിൽ ഇന്ന് ആ കീ പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നാണെങ്കിൽ അത് നമ്മുടെ തെറ്റൊന്നുമല്ല. ഈ എക്സാം അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ള പേപ്പർ തന്നെയായിരുന്നു. ഫിസിക്സിൽ അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതായത് കെമിസ്ട്രി പേപ്പർ ഒരു മോഡറേറ്റ് ആയപ്പോൾ ഫിസിക്സ് ടഫായിട്ടും ബയോളജി ഈസി ആയിട്ടും വന്നു. പക്ഷേ ഓവറോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്കോറിലേക്ക് ചിലപ്പോഴും നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് എല്ലാവരെയും വിഷമിപ്പിക്കുന്ന കാര്യമാണ്. എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ ഒക്കെ ഇതിനായിട്ട് കുത്തിയിരുന്ന് പഠിച്ച മക്കളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് കഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താ ഉണ്ടായിരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ? നിങ്ങളുടെ ആഘോഷങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് നിങ്ങളൊരു 1 ഇയർ മുഴുവൻ ഈ എക്സാമിന് വേണ്ടിയിട്ട് കൊടുത്തത്. ചിലപ്പോൾ 2 ഇയർ, ചിലപ്പോൾ 3 ഇയർ. മക്കൾ, ഈ എക്സാമിൽ ഫിസിക്സ് ബുദ്ധിമുട്ടിച്ചപ്പോൾ അത്യാവശ്യം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അത് വിഷമമായിട്ട് മാറി. സാധാരണ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫിസിക്സ് കുറച്ചും കൂടി ഈസി ആയപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടായിരുന്നു എക്സാമിനേഷൻ ഹാളിൽ നിന്ന് വന്നത്. പക്ഷെ ഫിസിക്സ് ഒന്ന് ടഫ് ആവുമ്പോൾ പല മക്കളെയും അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് കൂളായിട്ട് ഇരുന്ന് നാളെ കീയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കെമിസ്ട്രി ബയോളജിയൊക്കെ നിങ്ങൾ അത്യാവശ്യം എഴുതി എല്ലാം കറക്റ്റായിരിക്കും. മക്കളെ, ആദ്യം ടെൻഷൻ അടിക്കാതിരിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ലൈഫിൽ ഈ ഒരു നീറ്റ് എന്നുള്ളൊരു സാധനം മാത്രമല്ല. നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടവരായിരിക്കും, പക്ഷെ നമ്മുടെ മുന്നിൽ വേറെയും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നീറ്റിലൂടെ MBBS മാത്രമല്ല കിട്ടുന്നത്, വേറെ കുറേ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. BDS ഉണ്ട്, ഹോമിയോ ഉണ്ട്, ആയുർവേദം ഉണ്ട്, വെറ്റിനറി ഉണ്ട്, ഫിഷറീസ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്, സിദ്ധ ഉണ്ട്, യുനാനി ഉണ്ട്. മക്കളെ, നമുക്ക് ഇവിടെ കൊണ്ടൊന്നും തീരുന്ന ആളുകളല്ല നമ്മൾ ആരും തന്നെ. ഇപ്പോഴും വിഷമിക്കാൻ നിൽക്കരുത്. സാധാരണ നിങ്ങൾ എഴുതുന്ന എക്സാംസിൽ നിങ്ങളൊരു 650-700 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ചിലപ്പോൾ 600-ന് താഴെയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. അത് ചിലപ്പോൾ സേഫ് സ്കോർ ആയിരിക്കും. ഒരു 550-ന് മുകളിലാണെങ്കിൽ പോലും ചിലപ്പോഴത് സേഫ് സ്കോർ തന്നെയായിരിക്കും. ഇപ്പം ടെൻഷൻ ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്. നിങ്ങൾ കഷ്ടപ്പെടാഞ്ഞിട്ടല്ലല്ലോ, നിങ്ങൾ വർക്ക് ചെയ്യാഞ്ഞിട്ടാണോ? നിങ്ങളുടെ 100% വർക്ക് ചെയ്തിട്ടല്ലേടാ എക്സാമിന് പോയത്. ഓൾറെഡി ആദ്യം തന്നെ നീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി മെയ് 3-ാം തീയതി. അന്ന് നിങ്ങളുടെ മാക്സിമം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, അയ്യോ സമയം എവിടെയോ തികയാതെ വന്നു, അവസാന സമയത്ത് ഒരു 5 മിനിറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച് പോയ പല മക്കളും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അവസാനം കൂട്ടിക്കിഴിച്ച് നോക്കിയപ്പോൾ സേഫ് സ്കോറിൽ എത്തി എന്നുള്ള ധൈര്യത്തോടു കൂടെ നിങ്ങൾ ദിവസങ്ങൾ മുന്നോട്ട് നീക്കി. അവസാനം നിങ്ങളാരും ചെയ്യാത്തൊരു തെറ്റിന്, ഈ ഒരു NTA-യുടെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് കാരണം, NTA-യുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് കാരണം, ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച എന്നുള്ള ഈ ഒരു പ്രശ്നത്തെ ചൊല്ലിയിട്ട് മക്കൾ വീണ്ടും എക്സാമിനേഷൻ ഹാളിലേക്ക് പോകേണ്ടി വന്നു. നിങ്ങളുടെ ലൈഫിൽ എല്ലാം മാറ്റിവെച്ച് സന്തോഷത്തിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് പെട്ടെന്നൊരു ദിവസം വീണ്ടും സ്ക്രീനിൽ കാണുകയാണ് നീറ്റ് എക്സാം റദ്ദാക്കി, പുതിയ തീയതി അറിയിക്കുകയാണ്. അങ്ങനെ പുതിയ തീയതി അറിയിച്ചു, ജൂൺ 21. ഈ ജൂൺ 21 നമ്മുടേതാവൂന്ന് വിചാരിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടു. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുക്കാൻ നോക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന വല്ലാതെ ഉണ്ടായിരുന്നു. എന്താണ്, ഞാൻ എത്രയൊക്കെ കൊടുത്തിട്ടും എനിക്ക് എത്തുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് മക്കളെ. അപ്പോഴും എല്ലാവരുടെ മെൻറ്റാലിറ്റി ഒരുപോലെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മൾ തളർന്നവരാണ്. നമ്മൾ ഓൾറെഡി നമുക്ക് കയ്യിൽ കിട്ടിയ സാധനം ഇല്ലാണ്ടായി പോയപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വീക്കായിട്ടുണ്ട്. നമ്മൾ എത്ര തന്നെ കഷ്ടപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ടായിരുന്നു. അയ്യോ, അത് നേടിയെടുത്തായിരുന്നില്ലേ, ഇപ്പോഴെന്നെ കൊണ്ട് പറ്റുന്ന. നിങ്ങൾ മാനസികമായിട്ട് തളർന്നു പോയ കുട്ടികളായിരുന്നു. അങ്ങനെ ഒരു നീറ്റ് എക്സാം റദ്ദാക്കി എടുത്തുനിന്ന് വീണ്ടും അടുത്തൊരു എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർമലി എത്ര തന്നെ പെർഫോം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എവിടേക്ക് നിങ്ങൾ പതറിപ്പോയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. നിങ്ങൾ കുറേ ആൾക്കാരെ ഞാനും കണ്ടിട്ടുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പല മൊമെൻറ്റും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും നിങ്ങൾ ഓക്കെ ആവും എന്ന് പറയുമ്പോഴും മക്കൾ ഓക്കെ ആവാൻ മാക്സിമം ശ്രമിച്ചിട്ടും പലരും വീണ്ടും പോയിട്ടുണ്ട്. മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ 100% നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ പാരൻസ് എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെയും 100% നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളുടെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ MBBS നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് കൂട്ടിയാൽ മതി. നിങ്ങളല്ല, നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് അത് വിധിച്ചിട്ടില്ല എന്നാണെങ്കിൽ എന്താ പറയുക, നമ്മൾ എഫേർട്ട് എടുക്കാത്തതുകൊണ്ടല്ല, നമ്മൾ നമ്മുടെ പാരൻസിനെ ചീറ്റ് ചെയ്തല്ല. നമ്മൾ നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ ഈ ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു, നിങ്ങളുടെ ലൈഫിൽ എല്ലാം മാറ്റി വെച്ചിട്ടില്ലേ? ചിലപ്പോൾ 2 വർഷം 3 വർഷം എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ആഘോഷങ്ങളില്ല, മൊബൈലില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എല്ലാത്തിൽ നിന്നും മാറി നിന്നിട്ടുണ്ട്. ഇനി എന്തിനെങ്കിലും ടെൻഷനാവും? നിങ്ങൾ കരയേണ്ട കുട്ടികളാ മക്കളെ. നിങ്ങളെയാണ് സല്യൂട്ട് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഹീറോസ്. നിങ്ങളെ പോലെയൊന്നും കഷ്ടപ്പെടാനൊന്നും ആർക്കും പറ്റൂല. ഇപ്പം മക്കൾ കരയേണ്ട സമയമല്ല, നിങ്ങൾ വിഷമിക്കേണ്ട സമയമല്ല. നിങ്ങൾ മാക്സിമം ആവേശത്തോടു കൂടെ, നിങ്ങളുടെ മാക്സിമം എഫേർട്ടോടുകൂടി ഇനിയും ലൈഫിൽ കുറേ മുന്നോട്ട് പോകാനുള്ള കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ ആളുകൾ. ലൈഫിൽ ഇവിടം കൊണ്ടൊന്നും ഒന്നും തീരാനില്ല. നമുക്ക് ഇനിയും മുന്നോട്ട് കുറേ ഓടാനുണ്ട്. നാളെ ഒന്ന് കൂളായിട്ട് കീയൊക്കെ നോക്കുക മക്കളെ. നിങ്ങളുടെ എഫേർട്ടിന് എന്താണോ പഠിച്ചവന് കണ്ടത് അത് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ കരയേണ്ട സമയമല്ല, ടെൻഷൻ അടിക്കേണ്ട സമയമല്ല. എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. വിഷമിച്ചിരിക്കരുത്, കരയരുത്. നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ ഓടും. നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ ഓടും. വിഷമിക്കരുത്. നിങ്ങൾക്ക് എന്താണോ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ മക്കളെ, ഉറപ്പായിട്ടും കാണാം നമുക്ക്.